രണ്ടാമത്തെ കൽപ്പന എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത്യാവശ്യം വേദപാഠവുമുള്ള കത്തോലിക്കർ പറയും, ദൈവത്തിന്റെ തിരുനാമം വൃഥ ഉപയോഗിക്കരുത്. എന്നാൽ ബൈബിൾ വായിച്ചിട്ടുള്ള വ്യക്തികൾ പറയുന്നതാവട്ടെ, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യരുതെന്നതാണ്. ഇതിനു കാരണം കത്തോലിക്കർ രണ്ടാമത്തെ കൽപ്പന പൂർണ്ണമായും എടുത്തുകളയുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. കാറ്റലിസം ഓഫ് കാത്തലിക്സ് എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ കൽപ്പനകൾ എടുത്തുകളഞ്ഞത് ഇവർ പരസ്യമായി തന്നെ കാണിച്ചിരിക്കുന്നു. കൂടാതെ തങ്ങൾ ചെയ്യുന്ന ഈ ദൈവനിന്ദ ഇവരുടെ ഏജന്റുമാർ നന്നായി വെളുപ്പിക്കുകയും വിശ്വാസികളെ കൂടുതൽ തെറ്റുകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാനാണ് യാഹ്വ, അതാണ് എന്റെ നാമം, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല, എന്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. യഥാർത്ഥത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രത്യേക സ്ഥലം തേടി പോവുകയോ പ്രത്യേകം എഴുതി തയ്യാറാക്കിയ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടതായോ ഇല്ല. ദൈവം തന്റെ സ്തുതി ഒരിക്കലും ഒരു വിഗ്രഹത്തിനും കൊടുക്കുകയുമില്ല. കത്തോലിക്കരുടെ അമ്പലങ്ങളിൽ അത്ഭുതങ്ങൾ നടത്തി തരുന്ന വിഗ്രഹങ്ങളുടെ എണ്ണം കൂടുന്നതും നല്ല രീതിയിൽ അതിനെ വാണിജ്യവൽക്കരിക്കുന്നതും ചെയ്യുന്നത് ദൈവകൽപ്പന അനുസരിക്കാത്ത സുഹലോലുപ തേടി ഓടി നടക്കുന്ന ആളുകളെ അതിലേക്ക് ആകർഷിക്കുവാനും അതിലൂടെയുള്ള ധനസമ്പാദ്യം ലക്ഷ്യം വെച്ചുമാണ്. ഇനി ഡാനിയേൽ പൂവനത്തിൽ എന്നൊരു വ്യക്തി തങ്ങളുടെ വിഗ്രഹ ആരാധനയെയും വിഗ്രഹ നിർമ്മാണത്തെയും ന്യായീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ ഉണ്ടാക്കരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്. വൈ നിങ്ങൾ കർത്താവിന്റെ രൂപം കണ്ടിട്ടില്ല, വിഗ്രഹം ഉണ്ടാക്കരുത്. വൈ കർത്താവ് എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഊഹിച്ചിട്ട് ഉണ്ടാക്കരുത്. ശ്രദ്ധിക്കുക, ഇത് ഓൾഡ് ടെസ്റ്റമെന്റ്. ന്യൂ ടെസ്റ്റമെന്റിൽ 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം, 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവന്റെ കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടില്ല. ആണോ? ഞങ്ങളത് അപ്പൊ നമ്മൾ ഉണ്ടാക്കും. കാരണം എന്താണ്? ഞങ്ങൾ കണ്ടു. നിങ്ങൾ ഉണ്ടാക്കരുത്. വൈ നിങ്ങൾ കാണാത്തവരൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ കണ്ടവരാണ്. ഇവിടെ ദാനിയേൽ വാദിക്കുന്നത് ദൈവം രൂപത്തിൽ പ്രത്യക്ഷനായതിനാൽ വിഗ്രഹം ഉണ്ടാക്കാം, രൂപം കാണാഞ്ഞപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല, രൂപം കണ്ടാൽ ഉണ്ടാക്കാം എന്നിങ്ങനെയാണ്. എന്നാൽ യാഹുഷയുടെ ശിഷ്യന്മാർ വിഗ്രഹം ഉണ്ടാക്കുകയോ അതിനെ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, വിഗ്രഹാരാധനയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നതായും നമ്മൾ വായിക്കുന്നു. അവരിലെ ചിലരെപ്പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിന്, കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിന്. മുകളിലെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാല് ഞാന് നിന്റെ ദൈവമായ യാഹ്വ അസഹിഷ്ണുവായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദാനിയേലിന്റെ യുക്തിയനുസരിച്ച് അസഹിഷ്ണുവായ ദൈവം ഇപ്പോൾ സഹിഷ്ണുവായ ദൈവമായോ എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് 2000 വർഷത്തെ പാരമ്പര്യമുള്ള സഭയാണ്. 100 കൊല്ലം കൊണ്ടുണ്ടായ സഭയിലെ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. 2000 കൊല്ലമായിട്ട് ഞങ്ങൾ ഇത് കണ്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. വ്യക്തമായോ? 100 കൊല്ലം കൊണ്ടുണ്ടായ സഭയ്ക്ക് ഉണ്ടാക്കാൻ അനുവാദമില്ല. കാരണം അവര് കണ്ടിട്ടില്ല. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ ഔദ്യോഗികമായ കൈവപ്പിലൂടെ അപ്പസ്തോലിക അധികാരം കൈമാറപ്പെട്ട സഭ അവരുടെ മണവാളനായ കർത്താവിനെ കണ്ടുകൊണ്ട് കണ്ടതാണ്. 2000 വർഷത്തിന്റെ കള്ള പാരമ്പര്യം പറയുന്ന ഇവർ പത്രോസിലൂടെ കൈമാറി വന്ന വ്യാജ പാരമ്പര്യത്തെപ്പറ്റി വാചാലരാവുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സഭയെ ദൈവം വളരെ പണ്ടേ തന്നെ വാഗ്ദത്ത ഭൂമിയായ സ്വർഗരാജ്യത്തിലേക്കു തിരഞ്ഞെടുക്കുകയും അവർ ഇപ്പോൾ ഭൂമിയുടെ നടുവിലുള്ള യഥാർത്ഥ ഇസ്രായേലിൽ മരണമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നു. എന്റെ ജനമേ, ഞാന് കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേല് ദേശത്തേക്ക് ഞാന് നിങ്ങളെ തിരികെ കൊണ്ടുവരും. എന്റെ ജനമേ, കല്ലറകൾ തുറന്നു നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് യാഹ്വ എന്ന് നിങ്ങൾ അറിയും. എന്റെ ആത്മാവിനെ ഞാന് നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാന് നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. യാഹ്വ ആയ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. സാത്താന്റെ അല്പകാലത്തിൽ അവൻ പുറത്തു വന്നതിനു ശേഷമാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ വ്യാജസഭകളും ഉണ്ടായതു എന്നതാണ് സത്യം. ഇക്കൂട്ടർ ദൈവം പറയുന്നത് കേൾക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇവരാവട്ടെ സാധാരണ ജനങ്ങളെ വഴി തെറ്റിക്കുന്നു. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചുകളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. എന്നാൽ കർത്താവിന്റെ രൂപം, മാതാവിന്റെ രൂപം, പരിശുദ്ധ അമ്മയുടെ പെയിന്റിംഗ് പടം ആദ്യമായിട്ട് വരച്ചത് ലൂക്കാസ് സുവിശേഷകനാണെന്നാണ് സഭയുടെ പാരമ്പര്യം. ലൂക്കാസ് സുവിശേഷകൻ ചിത്രം വരച്ചു നൽകി എന്നതു ഇവർ തന്നെ പറയുന്നതല്ലാതെ ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. രൂപം ഉണ്ടാക്കരുതെന്നായിരുന്നു ദൈവത്തിന്റെ ഇന്റൻഷനെങ്കിൽ ആ വാക്ക് കേൾക്കുക. ദൈവത്തിന്റെ ഇത്
പറഞ്ഞപ്പോ ദൈവത്തിന്റെ ഇന്റൻഷൻ രൂപം ഒന്നും ഉണ്ടാക്കരുതെന്നായിരുന്നെങ്കിൽ ആ ദൈവം പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞ് രൂപം ഉണ്ടാക്കാൻ പറയരുതായിരുന്നു. അതാണ് അടുത്ത ഉത്തരം. രൂപം ഒന്നും ഉണ്ടാക്കരുതെന്നാണ് ദൈവത്തിന്റെ ഒറിജിനൽ ഇന്റൻഷൻ എങ്കിൽ ആ ദൈവം 20-ാം അധ്യായത്തിൽ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് 25-ാം അധ്യായത്തിൽ ഉണ്ടാക്കാൻ പറയരുതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? 25-ാം അധ്യായത്തിൽ പറയാണ് ദേ കെരൂബുകളെ ഉണ്ടാക്കാൻ, വാഗ്ദാന പേടകം ഉണ്ടാക്കുക, പിച്ചള സർപ്പം ഉണ്ടാക്കുക. അങ്ങനെ പറ. 5 അധ്യായം മുമ്പ് പറഞ്ഞു ഉണ്ടാക്കരുതെന്ന്. 5 അധ്യായം കഴിഞ്ഞ് ഉണ്ടാക്കാൻ. നമ്മളെല്ലാവരും പറഞ്ഞെങ്കിൽ കേൾക്കുന്ന എന്നാ പറയും? ഒരുമാതിരി വൃത്തിയോടെ പറയരുതെന്ന് പറയും. അങ്ങനെ പറയോ? അതായത് 15 മിനിറ്റ് പറയാണ് ഒരു ഒന്നും ഉണ്ടാക്കരുത്, അത് കഴിഞ്ഞിട്ട് പറയാണ് ഉണ്ടാക്കാൻ. മനസ്സിലായി? മണ്ടന്മാരാക്കരുത്. ഇവിടെ ഇദ്ദേഹം ദൈവം പറഞ്ഞതെന്തെന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. വിഗ്രഹവും രൂപവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. പ്രതിമകൾ ഉണ്ടാക്കുവാനായി പലയിടത്തും ദൈവം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവയെ വണങ്ങുവാൻ ദൈവം നിർദ്ദേശിക്കുന്നില്ല. കൃപാസനത്തിന്റെ രണ്ടറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ടു 2 കെരൂബുകളെ നിർമ്മിക്കണം. കെരൂബുകളാണ് ദൈവത്തിന്റെ സിംഹാസനം താങ്ങുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം പെട്ടകത്തിലും ദേവാലയത്തിലും ഉള്ളതിനാലാണ് ദൈവം ഇവയെ നിർമ്മിക്കുവാൻ കൽപ്പിക്കുന്നത്. ഈ കെരൂബുകളെ ആരും തന്നെ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. യാഹ്വ മോശയോട് അരുളിച്ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാലും മരിക്കുകയില്ല. മനുഷ്യപുത്രൻ വടിയിൽ ഉയർത്തപ്പെട്ടതിന്റെ അടയാളമായിരുന്നു ഇത്. അവനിൽ വിശ്വസിക്കാത്തവർക്ക് രക്ഷ ലഭിക്കുകയില്ല. എന്നാൽ പിന്നീട് മോശ ഉണ്ടാക്കിയ നെഹുഷ്താന എന്നു വിളിക്കപ്പെടുന്ന ഓട്ടുസർപ്പത്തിന്റെ മുൻപിലെ ഇസ്രായേല് ധൂപാർച്ചന നടത്തിയതിനാല് അവനത് തകർത്തു എന്നതും നമ്മൾ വായിക്കുന്നു. ആയതിനാൽ പ്രതിമ ഉണ്ടാക്കുക എന്നത് തെറ്റല്ല. എന്നാൽ പ്രതിമയെ ആരാധിക്കുമ്പോൾ അത് വിഗ്രഹമായി മാറുകയും വിഗ്രഹവണക്കത്തെ ദൈവം വെറുക്കുകയും ചെയ്യുന്നു. രൂപത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിക്കുകയും ധൂപം അർപ്പിക്കുകയും മാലയിടുകയും വണങ്ങുകയും ചെയ്യുന്നതിനെ ആരാധന അല്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് വാദിക്കാൻ സാധിക്കുന്നു? ചെയ്യുന്ന തെറ്റിനെ തിരുത്തിയില്ലെങ്കിലും അതിനെ ന്യായീകരിക്കാൻ കാണിക്കുന്ന തന്റേടം എത്ര ദുഷിച്ചതാണെന്ന് ഓർക്കുന്നത് നല്ലതാവും. വഴിയോരത്തു കാണുന്ന പ്രതിമയും സിനിമാ നടന്മാരുടെ കട്ടൗട്ടുകളും ആളുകൾ മാല ചാർത്തുകയും പാലഭിഷേകം നടത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇക്കൂട്ടർ തന്നെ അതിനെ പല ആവർത്തി ആരാധനയായി കണക്കാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ഉദ്ദേശം രൂപം ഉണ്ടാക്കരുത് എന്നല്ല, മറിച്ച് ദൈവത്തിന്റെ രൂപം ഇങ്ങനെയാണെന്ന് വിചാരിച്ച് തോന്നിയ പോലെ രൂപങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെയെങ്കിൽ ദൈവത്തിനു രൂപം ഉണ്ടാക്കരുത് എന്ന് കൽപ്പിക്കുന്നതിനു പകരം തന്റെ ഒരു രൂപം നിർമ്മിച്ചു കൊടുത്തിട്ടു ഇനി മുതൽ നിങ്ങൾ ഈ രൂപത്തെ മാത്രം ആരാധിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല? അപ്പോ നമ്മുടെ കുഞ്ഞ് ചോദിക്കാണ്, ഈശോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈശോ ഇങ്ങനെ മുട്ടയടിച്ച ഒരാളായിരുന്നോ? അപ്പോ ഈശോ അങ്ങനെ ഈശോ മുടിയൊക്കെ വളർത്തി, ഈശോ ഇങ്ങനെ നല്ല നീള കുപ്പായൊക്കെ ഇട്ട് കർത്താവ് ഇങ്ങനെ നല്ല കാണാനൊക്കെ നല്ല മിടുക്കനായ ഒരു ആളായി. നമ്മൾ ചെറുപ്പം മുതലേ ചിത്രങ്ങളിൽ കാണുന്നതാണ് മുടിയൊക്കെ നീട്ടി വളർത്തിയ വെളുത്ത മനുഷ്യപുത്രന്റെ രൂപം. എന്നാൽ ഇത് ശിഷ്യന്മാർ നൽകിയതോ അവർ പറഞ്ഞ വിധത്തിൽ രേഖാചിത്രം വരച്ചതോ അല്ല. ഒരു സെമിറ്റിക് യേശുവിനെ ചിത്രീകരിക്കുന്ന എല്ലാ കലകളും നശിപ്പിക്കാൻ പോപ്പ് അലക്സാണ്ടർ 4 ഉത്തരവിടുകയും പകരം ഒരു കൊക്കേഷ്യൻ യേശുവിനെ ചിത്രീകരിക്കുന്ന നിരവധി പെയിന്റിങ്ങുകൾ നിയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മകൻ കർദിനാൾ സിസേർ ബോർജിയ ആയിരുന്നു ഈ ചിത്രങ്ങളുടെ മാതൃക. അങ്ങനെ എല്ലാ ബോർജിയകളിലും വെച്ച് ഏറ്റവും നികൃഷ്ടനായ ആ കൊക്കേഷ്യൻ ഇന്ന് ക്രിസ്ത്യാനികൾ വളരെയധികം സ്നേഹിക്കുന്ന യേശുവായിത്തീർന്നു. നീണ്ട മുടി പുരുഷന് അപമാനമാണെന്നും സ്ത്രീക്ക് അത് ഭൂഷണമാണെന്നും പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ? യാഹുഷയെപ്പറ്റി പറഞ്ഞാൽ നാം അറിയാതെ തന്നെ ഈ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ തെറ്റല്ല. അത് ഇവർ നമുക്കായി നൽകിയ ഒരു വിഗ്രഹമാണ്. നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നതിനു പകരമായി രൂപത്തിൽ ആരാധിക്കുന്നു. ആയതിനാൽ ഈ രൂപം മറക്കുവാൻ ശ്രദ്ധിക്കുക. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവര് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഭീരുക്കള്, അവിശ്വാസികള്, ദുർമാർഗികള്, കൊലപാതകികള്, വ്യഭിചാരികള്, മന്ത്രവാദികള്, വിഗ്രഹാരാധകര്, കാപട്യക്കാര് എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. സ്വർഗരാജ്യത്തിൽ വിഗ്രഹാരാധകർക്ക് പ്രവേശനം ലഭിക്കുകയില്ല എന്നത് അറിയുക. അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോ അതൊക്കെ കാണുമ്പോ നമ്മൾ പ്രതിമയല്ലേ കാണുന്നത്, മറിച്ച് ഈശോ, അയ്യോ എന്റെ ഈശോ മാതാവേ അതല്ലേ മനസ്സിൽ വരുന്നത്. അല്ലാതെ നമ്മൾ ആ വിഗ്രഹത്തിന് മുമ്പിൽ ഇരുന്നിട്ട് ആ വിഗ്രഹം, അയ്യോ വിഗ്രഹമേ അല്ല തരണേ വിഗ്രഹമേ സോറി ആണോ? ആണോ? അല്ല. അപ്പൊ ഒരു പ്രതിമയെ, ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. അല്ലാതെ സ്വരൂപങ്ങൾ കാണുമ്പോൾ അത് ആരെ സൂചിപ്പിക്കുന്നു? അവരെ ഓർക്കുന്നത് വിഗ്രഹാരാധനയാണോ? സ്വരൂപങ്ങൾ കാണുമ്പോൾ വണങ്ങുന്നത് വിഗ്രഹാരാധന അല്ല, അത് പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയെയാണ് വണങ്ങുന്നത് എന്ന് ദാനിയേൽ വാദിക്കുന്നു.
എന്നാൽ ഇക്കൂട്ടർ തന്നെ ഹിന്ദുക്കളുടെ സ്വരൂപ വണക്കത്തെ വിഗ്രഹാരാധനയായി കാണുകയും ചെയ്യുന്നു. ഹിന്ദുക്കൾ വിഷ്ണുവിന്റെ സ്വരൂപത്തെ വണങ്ങുമ്പോൾ അത് എന്തുകൊണ്ട് വിഗ്രഹാരാധനയായി മാറുന്നു? ക്രിസ്തീയ വണക്കത്തിനും ഹിന്ദു വണക്കത്തിനും ഇവർ നൽകുന്നത് വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഇനി അടുത്ത വിഷയം, അതുകൊണ്ട് ഇത് വണങ്ങിയാലോ? തെറ്റാണോ? അല്ല, എന്തുകൊണ്ട്? സിമ്പിൾ, വളരെ സിമ്പിൾ. ഉൽപ്പത്തി പുസ്തകം എടുക്കരുത്, വായിക്കരുത്. കേട്ടാ മതി. നിങ്ങൾ ഇനി ക്ഷീണിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വെറുതെ എടുത്ത് കഷ്ടപ്പെടരുത്, എന്നെ കേട്ടാ മതി. ഞാൻ പറയുന്നത് സത്യം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്ന് നോക്കിയേ. ഉൽപ്പത്തി 18:2 3 യാത്രക്കാർ അബ്രഹാമിന്റെ വീട്ടിലെത്തുമ്പോൾ അബ്രഹാം അവരെ കണ്ട് നിലം പറ്റേ, അയ്യോ, താഴെ വണങ്ങി. നിലം പറ്റേ ആരെ കണ്ടിട്ടാണ്? 3 യാത്രക്കാരെ. എബ്രായ ലേഖനം പറയുന്നത് ദൂതന്മാരാണ് വരുന്നതെന്ന് അറിയാതാണ് അബ്രഹാം അവരെ സൽക്കരിച്ചത്. അബ്രഹാം വിചാരിച്ചേ യാത്രക്കാർ, എവിടുന്നോ വരുന്ന യാത്രക്കാർ അവരെ കണ്ടിട്ട് നിലം പറ്റേ താഴെ വണങ്ങി. ഇത് കഴിഞ്ഞിട്ട് അല്പം കൂടി കഴിയുമ്പോൾ ലോത്ത്, കുറച്ചേരോടെ കഴിയുമ്പോൾ ലോത്ത് ഈ ദൈവദൂതന്മാരെ കാണുമ്പോൾ നിലം പറ്റേ അപ്പോ പരിശുദ്ധ അമ്മയുടെ ഒരു സ്റ്റാച്യു കണ്ടപ്പോ ഒന്ന് വണങ്ങിയത് തെറ്റാണോ? അല്ല. അബ്രാഹവും ലോത്തും വണങ്ങിയത് വ്യക്തികളെയാണ്, അല്ലാതെ വിഗ്രഹങ്ങളെയല്ല. കൂടാതെ വണങ്ങുക എന്നാൽ നമസ്കരിക്കുക എന്നും അർത്ഥമുണ്ട്. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചുതന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്. ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. ഇവിടെ യോഹന്നാൻ തനിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്ത ദൂതനെ ദൈവമെന്നു കരുതി ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ദൂതൻ അത് തടയുന്നതായി കാണാം. ആയതിനാൽ അബ്രഹാം, ലോത്ത് എന്നവരുടെ വണക്കം ആരാധന അല്ല എന്നോ, അല്ലെങ്കിൽ അവർ ദൈവത്തെ തന്നെ വണങ്ങിയതിനാൽ അത് തെറ്റായി പരിഗണിച്ചില്ല എന്നോ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നല്ല 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 ഓമനത്വം തുളുമ്പുന്ന ഒരു കുഞ്ഞിന്റെ മുഖം പോലെ പാൽപുഞ്ചിരിയോടെ ലോകത്തെ നോക്കി ചിരിക്കുന്ന സുന്ദരനായ വയോധികനായ ഞങ്ങളുടെ വിശുദ്ധനായ മാർപ്പാപ്പ. നിങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നോക്ക്. കത്തോലിക്ക സഭയുടെ ഐക്യം ആയിട്ടൊന്ന് ജീവിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ നോക്ക്. സകലരോടും പുച്ഛം ആണോ? അല്ല, വേറെ ഞാൻ ബാക്കി പറയുന്നില്ല. നിങ്ങൾ ബാക്കി പലയിടങ്ങളിലേക്ക് നോക്ക്, എല്ലാവരോടും പുച്ഛം. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.